സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു കുടുംബത്തിനു വേണ്ടി ഒരു മന്ത്രവാദിനി ഒരു പ്രേതബാധ ഒഴിപ്പിക്കൽ പൂജ നടത്തുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഒരു അദൃശ്യ ശക്തി മൂലം മന്ത്രവാദിനി തന്റെ സ്വന്തം കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് സ്വന്തം കഴുത്തറുത്ത് മരിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛനും മകളും റോഡിലൂടെ കാറിൽ കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. ക്യാങ് ഹ്യൂൺ എന്നാണ് അച്ഛന്റെ പേര്, മകളുടെ പേര് ഇന എന്നും. അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അച്ഛൻ ഫോണിലൂടെ ആരോടോ ഒരു ആയയെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും അച്ഛനും മകളും അത്ര നല്ല രസത്തിലല്ല. പെട്ടെന്നൊരു മാൻ റോഡിൽ ചത്തി കിടക്കുന്നതായി കാണുന്നു. വണ്ടി നിർത്തി ഇനയുടെ അച്ഛൻ അതിന്റെ അടുത്തേക്ക് പോകുന്ന തക്കം നോക്കി ഇന ഡോർ തുറന്ന് തൊട്ടടുത്തുള്ള മരത്തിൻ കൂട്ടത്തിലേക്ക് ഓടിക്കയറും. ഇത് കണ്ട ഇനയുടെ അച്ഛനും ഇനയെ തപ്പി ആ മരത്തിൻ കൂട്ടത്തിലേക്ക് ഓടുന്നു. തുടർന്ന് അവർ രണ്ടുപേരും പുതിയ വീട്ടിൽ എത്തിച്ചേരുന്നു. വീടിനുള്ളിൽ വെച്ച് ഒരു കാക്ക ജനലിന്റെ ചില്ലിൽ തട്ടി ചോര വാർന്ന് മരിക്കുന്നത് കാണുന്ന നായകൻ തന്റെ കുടുംബത്തിന് പണ്ട് സംഭവിച്ച ഒരു കാർ അപകടത്തെ പറ്റി ഓർക്കുന്നു. ഈ അപകടത്തിലാണ് ഇനയ്ക്ക് തന്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. ഇനയുടെ അച്ഛൻ പാനിക് അറ്റാക്ക് എന്ന മനോരോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഡോക്ടറെ വിളിച്ച് താൻ കൃത്യമായി മരുന്ന് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇനെ അവളുടെ അമ്മയെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ ജോലിത്തിരക്ക് മൂലം അച്ഛൻ അവളെ നന്നായി നോക്കാൻ കഴിയുന്നില്ല. ഇന മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അലമാരയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. തുടർന്ന് അലമാര തുറന്ന് ഇന പരിശോധിക്കുന്നു. പെട്ടെന്നെന്തോ ഒരു ശബ്ദം കേട്ട് ഇന ഒച്ചത്തിൽ കാറുന്നു. ഇത് കേട്ട അച്ഛൻ ഓടി വരികയും റൂമിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇന തന്റെ അച്ഛനോട് കള്ളം പറയുന്നു. സംശയം തോന്നിയ ഇനയുടെ അച്ഛൻ മുറി പരിശോധിച്ചിട്ട് പോകാൻ നേരമാണ് ഇനയുടെ കയ്യിൽ പുതിയൊരു പാവ കാണുന്നത്. അത് മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇന അച്ഛനോട് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഇനയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം കാണുന്നു. അവൾ അച്ഛനുമൊത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുകയും ഈ വീട് തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു. അച്ഛൻ പുതിയൊരു മ്യൂസിയം പണിയുന്നതിന്റെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അതിനായി മോളെ പിരിഞ്ഞ് 2 മാസം മാറി നിൽക്കണം. എന്നാൽ എല്ലാ ആഴ്ചയിലും മോളെ കാണാൻ വരാമെന്നും പറയുന്നുണ്ട്. തന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് ഇന അച്ഛനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അച്ഛൻ ആ ആവശ്യം നിരസിക്കുന്നു. തുടർന്ന് ഇന അച്ഛനുമായി പിണങ്ങുന്നു. അന്ന് രാത്രി സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ മന്ത്രവാദിനിയെ ഇനയുടെ അച്ഛൻ സ്വപ്നം കാണുന്നു. പിറ്റേന്ന് രാവിലെ ഇനയെ നോക്കാനുള്ള ആയ വരികയും മോളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇനയുടെ അച്ഛൻ ജോലിക്ക് പോകുന്നു. അന്ന് രാത്രി കുറച്ച് പ്രേതങ്ങൾ ചേർന്ന് ഇനയെ അലമാരിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. മകളെ അച്ഛന് നഷ്ടമാകും. മകളെ കാണുന്നില്ല എന്ന വിവരം അച്ഛൻ അറിയുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സങ്കടകരമായ കാര്യം എന്തെന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷിച്ചിട്ട് ഇനയെ കിട്ടിയില്ല. ഇനയുടെ തിരോധനത്തെ പറ്റിയുള്ള വാർത്ത കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ഇനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ശരിയാക്കാൻ വന്ന ഒരാളെന്ന വ്യാജേന വരുന്നു. എന്നാൽ വൈകാതെ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ കള്ളത്തരം ഇനയുടെ അച്ഛൻ കണ്ടുപിടിക്കുന്നു. ആ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഇനയുടെ അച്ഛനോട് പറയുന്നു. തൻ്റെ പേര് സോങ് വോൺ എന്നാണെന്നും താൻ പ്രേതത്തെ പിടിക്കുന്ന ആളാണെന്നും പറയുന്നു. അതുമാത്രമല്ല 1998 മുതൽ 32 കുട്ടികൾ ഈ നഗരത്തിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നും 10 വർഷമായി താൻ ഇതിൻ്റെ പുറകെയാണെന്നും ഇനയുടെ അച്ഛനെ ബോധ്യപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇനയുടെ അച്ഛനെ കാണിക്കുന്നു. അതിനുശേഷം ഇനയുടെ അച്ഛനെ ഒരു വീഡിയോ കാണിക്കുന്നു. അതിൽ നടക്കുന്നത് ഒരു പ്രേത ഒഴിപ്പിക്കൽ പൂജയാണ്. തുടക്കത്തിൽ കാണിച്ച മന്ത്രവാദിനെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അത് തൻ്റെ അമ്മയാണെന്നും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും കാണാതായ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ അവരുടെ വീട്ടുകാർ നടത്തിയ ഒരു പൂജയാണെന്നും അദ്ദേഹം അവരോട് പറയുന്നു. അതുമാത്രമല്ല കുട്ടികൾ കാണാതാകുന്നതിന് മുമ്പ് തൻ്റെ അമ്മ കുട്ടികളുടെ അച്ഛന്മാരുടെ സ്വപ്നത്തിൽ വന്ന് ഒരു താക്കീത് തരാറുണ്ടായിരുന്നെന്നും പറഞ്ഞു. ഇനയുടെ അച്ഛൻ സ്വപ്നത്തിൽ കണ്ടത് ഈ പ്രേതപ്പെടുത്തക്കാരൻ്റെ അമ്മയെ തന്നെയാണ്. ഇനയെ കടത്തിക്കൊണ്ടുപോയതും മറ്റു കുട്ടികളെ കൊണ്ടുപോയതും ഒരേ പ്രേതം തന്നെയാണ്. അങ്ങനെ പ്രേതപ്പെടുത്തക്കാരൻ ഇനയെ കടത്തിക്കൊണ്ടുപോയത് മനുഷ്യനല്ല പ്രേതമാണെന്ന് ഇനയുടെ അച്ഛനെ ബോധ്യപ്പെടുത്തുന്നു. ആദ്യം അത് വിശ്വസിക്കാൻ ഇനയുടെ അച്ഛൻ തയ്യാറായില്ലെങ്കിലും മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ പ്രേതപ്പെടുത്തക്കാരൻ പറയുന്നത് ഇനയുടെ അച്ഛൻ വിശ്വസിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഇനയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അന്ന് രാത്രി തന്നെ പ്രേതപ്പെടുത്തക്കാരൻ തൻ്റെ കയ്യിലുള്ള ക്യാമറകളും അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രേതത്തെ പിടിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ നേരം എത്ര വൈകിട്ടും ആ പ്രേതം അവർ വെച്ച കെണിയിൽ വന്നില്ല. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഇനയുടെ മുറിയിൽ നിന്നും കുറേ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും പ്രേതപ്പെടുത്തക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. മുറിയിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ ഇനയുടെ അച്ഛൻ എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ അപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ കെണി വെച്ചത് ഇനയുടെ അച്ഛനും പ്രേതപ്പെടുത്തക്കാരനുമല്ല, ആ പ്രേതങ്ങളാണെന്ന്. മുറിയിലേക്ക് ചെന്ന ഇനയുടെ അച്ഛനെ പ്രേതങ്ങളെല്ലാം കൂടി വളയുന്നു. അവർ ഇനയുടെ അച്ഛനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഉടൻ തന്നെ ഉറക്കമുള്ള പ്രേതപ്പെടുത്തക്കാരൻ ഇനയുടെ അച്ഛൻ ചെവിയിൽ വെച്ചിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് കണ്ണടച്ചുകൊള്ളാം എന്ന മെസ്സേജ് വിടുന്നു. കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ പ്രേതങ്ങൾക്ക് ഇനയുടെ അച്ഛനെ കാണാൻ കഴിയുകയില്ല. മറ്റാരുമല്ല ഇനയുടെ അച്ഛനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പലയിടങ്ങളിൽ നിന്നായി കാണാതായ കുട്ടികളുടെ പ്രേതങ്ങളാണ്. എന്നാൽ ഇവരെയെല്ലാം കടത്തിക്കൊണ്ടുപോയ ആ ശരിക്കുമുള്ള പ്രേതം എവിടെയാണ്? ഈ ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടികളെല്ലാം കടത്തിക്കൊണ്ടുപോയ പ്രേതപ്പെടുത്തക്കാരനെ ആക്രമിക്കാൻ നോക്കുന്നത്. തൻ്റെ മന്ത്രശക്തികൾ പലതും ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പ്രേതപ്പെടുത്തക്കാരനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. മുറി തുറന്ന് ഓടി വരുന്ന ഇനയുടെ അച്ഛൻ കാണുന്നത് ചോര വാർന്നൊഴുകുന്ന പ്രേതപ്പെടുത്തക്കാരനെയാണ്. ഉടൻ തന്നെ അയാൾ പ്രേതപ്പെടുത്തക്കാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴി പ്രേതപ്പെടുത്തക്കാരൻ ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയ പ്രേതത്തിൻ്റെ പേര് ഇനയുടെ അച്ഛനോട് പറയുന്നു. ഈ കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയ ഒരു പ്രേതം ഒരു പുരുഷനോ സ്ത്രീയോ അല്ല, അതും ഒരു ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ പേര് മ്യോങ് ജിൻ എന്നാണെന്ന് പ്രേതപ്പെടുത്തക്കാരൻ ഇനയുടെ അച്ഛനോട് പറയുന്നു. തുടർന്ന് തനിക്ക് നോക്കാൻ നൽകിയ കാണാതായ കുട്ടികളുടെ പേരുവിവരങ്ങളിൽ നിന്നും മ്യോങ് ജിൻ ആരാണെന്ന് ഇനയുടെ അച്ഛൻ കണ്ടെത്തുന്നു. മ്യോങ് ജിൻ്റെ അച്ഛനെ തേടി ഇനയുടെ അച്ഛൻ യാത്ര തിരിക്കുന്നു. അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ അച്ഛൻ്റെ വീടിന് മുൻപിൽ കാണുന്നത്.
പ്രേതങ്ങൾ അടുത്തു വരാതിരിക്കാനുള്ള രക്ഷകളും ബൊമ്മകളുമാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ തൂക്കിയിരിക്കുന്നത്. എന്തിനായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഭയക്കുന്നത്? മ്യോങ്ജിൻ്റെ അച്ഛൻ ഇനയുടെ അച്ഛനുമായി സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ശേഷം ഇനയുടെ അച്ഛൻ തൻ്റെ മകൾക്ക് മുറിയിൽ നിന്നും കിട്ടിയ പാവ മ്യോങ്ജിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് നീട്ടുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് അയാളോട് ചോദിക്കുന്നു. പാവ കണ്ടതും വെപ്രാളപ്പെട്ട് എനിക്ക് മരിക്കണ്ട എന്നും പറഞ്ഞ് വേറൊരു മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. ആ പാവ കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ മ്യോങ്ജിങ് ഒരലമാര തുറന്ന് ഇറങ്ങി വന്ന് പെട്ടെന്ന് തൻ്റെ അച്ഛനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇതിനായിരിക്കും ആ കുട്ടി തൻ്റെ സ്വന്തം അച്ഛനെ തന്നെ ആക്രമിക്കുന്നത്. പുറത്തുനിന്ന് ഇനയുടെ അച്ഛൻ ശബ്ദങ്ങൾ കേട്ട് ഉടൻ തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. മ്യോങ്ജിൻ്റെ പ്രേതം ബാധിച്ച മ്യോങ്ജിൻ്റെ അച്ഛൻ ഉടൻ തന്നെ ഇനയുടെ അച്ഛനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അയാൾ ഇനയുടെ അച്ഛൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഇതിനിടയ്ക്ക് മ്യോങ്ജിൻ എങ്ങനെ മരിച്ചുവെന്ന് ഇനയുടെ അച്ഛൻ തൻ്റെ ഓർമ്മകളിൽ കാണുന്നു. സ്വന്തം പിതാവ് തൻ്റെ അമ്മയെ കൊന്ന ശേഷം ഒരലമാരയ്ക്കുള്ളിൽ പൂട്ടിയിട്ടാണ് തന്നെ കൊന്നതെന്ന് മ്യോങ്ജിൻ ഇനയുടെ അച്ഛൻ്റെ ഓർമ്മകളിൽ കാണിക്കുന്നു. കാണുന്നവരെ കരളലിയിപ്പിക്കുന്ന രംഗമാണിത്. പെട്ടെന്ന് തന്നെ പ്രേതപിടുത്തക്കാരൻ ആ മുറിയിലേക്ക് ഓടിക്കയറി വന്ന് മ്യോങ്ജിൻ്റെ അച്ഛൻ്റെ ദേഹത്തു നിന്ന് മ്യോങ്ജിൻ്റെ പ്രേതത്തെ ഒഴിപ്പിക്കുന്നു. എന്നാൽ തന്നെ കൊന്ന തൻ്റെ സ്വന്തം അച്ഛനെ വെറുതെ വിടാൻ മ്യോങ്ജിൻ തയ്യാറാകുന്നില്ല. അയാളെ ഒരലമാരയ്ക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ട് മ്യോങ്ജിൻ പോകുന്നു. ഇനയുടെ അച്ഛനും പ്രേതപിടുത്തക്കാരനും അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഇനയ്ക്ക് വേണ്ട വാത്സല്യവും സ്നേഹവും നൽകാത്തതുകൊണ്ടാണ് മ്യോങ്ജിൻ ഇനയെ വിളിച്ചുകൊണ്ട് പോയതെന്ന് ഇനയുടെ അച്ഛനോട് പ്രേതപിടുത്തക്കാരൻ പറയുന്നു. തൻ്റെ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ഇനയുടെ അച്ഛൻ മരിച്ചുപോയവരുടെ ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പ്രേതപിടുത്തക്കാരനോട് ആവശ്യപ്പെടുന്നു. അതുവഴി ഇനയെ തനിക്ക് തിരിച്ചു കൊണ്ടുവരാനാകുമെന്നും ഇനയുടെ അച്ഛൻ പറയുന്നു. എന്നാൽ ഇതിലെ അപകടത്തെപ്പറ്റി ഇനയുടെ അച്ഛനോട് പ്രേതപിടുത്തക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ പ്രേതപിടുത്തക്കാരൻ ഇനയുടെ അച്ഛൻ്റെ ആവശ്യത്തെ അംഗീകരിക്കുന്നു. മരിച്ചുപോയവരുടെ ലോകത്തേക്ക് പോകാനുള്ള പൂജ നടത്തുന്നതിനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ പ്രേതപിടുത്തക്കാരൻ വീട്ടിൽ സജ്ജീകരിക്കുന്നു. ഈ ശ്രമം തടയാൻ മ്യോങ്ജിൻ എന്ത് വേണം ചെയ്യുമെന്നും ഇനയുടെ അച്ഛനെ പറഞ്ഞ് പ്രേതപിടുത്തക്കാരൻ മനസ്സിലാക്കുന്നു. പ്രേതപിടുത്തക്കാരൻ ഒരു പാത്രത്തിനുള്ളിൽ തീ കാണിച്ചിട്ട് ഈ തീ കെടുന്നതിന് മുൻപ് മരിച്ചുപോയവരുടെ ലോകത്തേക്ക് പോയി ഇനയെ തിരികെ കൊണ്ടുവരണമെന്ന് ഇനയുടെ അച്ഛനോട് പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. പ്രേതപിടുത്തക്കാരൻ ഇനയുടെ അച്ഛൻ്റെ കൈ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ച ശേഷം അതിൽ നിന്നും വരുന്ന രക്തത്തുള്ളികൾ തീക്കുള്ളിലേക്ക് വീഴ്ചതിന് ശേഷം ഇനയുടെ അച്ഛനെ ഒരു അലമാരയ്ക്കുള്ളിലാക്കി കഥ കടയ്ക്കുന്നു. ബോധം നഷ്ടപ്പെട്ട് പിന്നീട് അദ്ദേഹം എഴുന്നേൽക്കുന്നത് മറ്റൊരു വീട്ടിലാണ്. അവിടെ അദ്ദേഹം മരിച്ചുപോയ തൻ്റെ ഭാര്യയെ കാണുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ഭാര്യ തന്നെ ആക്രമിക്കാൻ വരുന്നു. യഥാർത്ഥ ലോകത്തിൽ ഇരുന്നു കൊണ്ട് പ്രേതപിടുത്തക്കാരൻ തൻ്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ ഇനയുടെ അച്ഛനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. ഇതിൽ കോപിതയായ മ്യോങ്ജിൻ മറ്റു പ്രേതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അലമാരിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പ്രേതപിടുത്തക്കാരൻ തൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അലമാരിയുടെ വാതിൽ അടച്ചുപിടിക്കുന്നു. അപ്പുറത്ത് താൻ എത്തിപ്പെട്ട വീട്ടിൽ നിന്നും വെളിയിൽ വരുന്ന ഇനയുടെ അച്ഛൻ കാണുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഇരുണ്ടതും മഞ്ഞു മൂടിയമായ കാലാവസ്ഥയിൽ കാണാതായ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനയുടെ അച്ഛനെ കാണുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യത്താൽ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അപ്പുറത്ത് മാറി ഒരു മരച്ചുവട്ടിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നത്. ഇനയുടെ അച്ഛനെ ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ കാണാതായ മകൾ ഇനയാണെന്ന് അത് മനസ്സിലാക്കുന്നു. മകളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ലോറി വന്ന് അവരെ രണ്ടുപേരെയും ഇടിക്കുന്നു. ശരിക്കും അതൊരു മായാജാലമായിരുന്നു. ബോധം വരുന്ന ഇനയുടെ അച്ഛൻ പിന്നീട് കാണുന്നത് മ്യോങ്ജിൻ്റെ പ്രേതത്തെയാണ്. അയാൾ അവളോട് ഞാൻ ഇനയെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുന്നു. എന്നാൽ മ്യോങ്ജിൻ ഇനയുടെ അച്ഛനോട് ചോദിക്കുന്നു താൻ മകളെ ഒഴിവാക്കാൻ ശ്രമിച്ചതല്ലേ എന്ന്. വൈകാതെ തന്നെ ഇന ഞങ്ങളുടെ കൂടെ ചേരുമെന്നും അവൾ പറയുന്നു. നിനക്ക് സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും അതുകൊണ്ടാണ് നീ മറ്റു കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ഇനയുടെ അച്ഛൻ മ്യോങ്ജിങ്ങിനോട് പറയുന്നു. ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇനയുടെ അച്ഛൻ മ്യോങ്ജിങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. തീ കെടുവാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. സമയം അധികമില്ല. മ്യോങ്ജിങ് ഇനയോട് തൻ്റെ അച്ഛനെ കൊല്ലുവാൻ ആവശ്യപ്പെടുന്നു. മ്യോങ്ജിങ്ങിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കത്തിയുമായി ഇന തൻ്റെ സ്വന്തം അച്ഛനെ കൊല്ലുവാൻ വരുന്നു. അവളെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മ്യോങ്ജിങ് ആണ്. ഇന അടുത്തെത്തി കത്തി ഉയർത്തി അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മോളെ എന്നുള്ള വിളി വരുന്നു. അപ്പോൾ തന്നെ അലമാരയ്ക്കുള്ളിൽ നിന്നുമുള്ള പ്രേതങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അത് മറ്റാരുടെയും വിളിയല്ല, മ്യോങ്ജിങ്ങിൻ്റെ അമ്മ തന്നെയാണ് വിളിക്കുന്നത്. തൻ്റെ അമ്മയെ കണ്ടയുടൻ മ്യോങ്ജിങ് ശാന്തമാകുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നും നമുക്കിനി ഒരുമിച്ച് വിശ്രമിക്കാമെന്നും തൻ്റെ അമ്മ മ്യോങ്ജിങ്ങിനോട് പറയുന്നു. അമ്മയോടൊപ്പം പോകാൻ മ്യോങ്ജിങ് തയ്യാറാകുന്നു. ഉടനെ തന്നെ ഇനയുടെ ബോധം പോകുന്നു. അപ്പുറത്ത് തീ കെടുവാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രേതപിടുത്തക്കാരൻ തൻ്റെ സ്വന്തം കൈ മുറിച്ച് രക്തം ഉപയോഗിച്ച് സമയം കൂട്ടുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മരിച്ചുപോയ തൻ്റെ അമ്മയെ കാണുന്ന മ്യോങ്ജിങ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഉടനെ തന്നെ തൻ്റെ അമ്മ അപ്രത്യക്ഷമാകുന്നു. ഇത് കണ്ട് വേദനിച്ച് കരയുന്ന മ്യോങ്ജിങ്ങിനെ ഇനയുടെ അച്ഛൻ സമാധാനിപ്പിക്കുന്നു. ഇതേസമയം യഥാർത്ഥ ലോകത്തിൽ ഇരുന്നു കൊണ്ട് പ്രേതപിടുത്തക്കാരൻ ഡ്രമ്മ് കൊട്ടി ഇനയുടെ അച്ഛനെ സമയം തീരാൻ പോകുന്നു എന്നുള്ള വിവരം അറിയിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ ഇനയുടെ അച്ഛൻ നിൽക്കുന്നതിന് ചുറ്റുമുള്ള എല്ലാം തന്നെ അപ്രത്യക്ഷമായി ശൂന്യമാകുന്നു. എങ്ങും ഇരുട്ടും കോട കയറിയ മഞ്ഞും. അവിടെ നിന്നും ബോധം കെട്ടുകിടക്കുന്ന തൻ്റെ മകളെ അദ്ദേഹം കണ്ടെത്തുന്നു. തൻ്റെ മകൾ മരിച്ചുപോ എന്ന സംശയത്തിൽ വിഷമിച്ചിരിക്കുന്ന അച്ഛനെ നോക്കി ഇന ഉറക്കത്തിൽ നിന്നും ഉണർന്ന് തനിക്ക് വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ ഇനയെ കൂരിയെടുത്ത് ഇനയുടെ അച്ഛൻ ഓടാൻ തുടങ്ങുന്നു.
തൻ്റെ മുൻപിലെ ഇരുട്ടിൽ നിന്നും ഒരു നേരിയ വെളിച്ചം അദ്ദേഹം കണ്ടെത്തുന്നു. അതിലേക്ക് ഓടിക്കയറുന്ന ഇനയും ഇനയുടെ അച്ഛനും പിന്നീടെത്തുന്നത് അലമാരയുടെ കതക് തുറന്ന് യഥാർത്ഥ ലോകത്തിലേക്കാണ്. അവസാനം ഇനയുടെ അച്ഛനും പ്രേതപിടുത്തക്കാരനും കൂടി ഇനയെ തിരികെ കൊണ്ടുവരുന്നു. പിന്നീട് പ്രേതപിടുത്തക്കാരൻ അലമാരയുടെ കതക് അടയ്ക്കാൻ ചെല്ലുമ്പോൾ സങ്കടത്തോടെ അദ്ദേഹം കാണുന്ന കാഴ്ച അമ്മയുടെ കൈയും പിടിച്ച് മൂടിയ മഞ്ഞിലേക്ക് മറയുന്ന മ്യോങ്ജിങ്ങിനെയാണ്. വേദനയോടെ പ്രേതപിടുത്തക്കാരൻ അലമാരയുടെ കതക് അടയ്ക്കുന്നു. കൂട്ടുകാരെ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.